എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ആജാസ് ക്ലാസ്സസിലേക്ക് സ്വാഗതം. മോർണിംഗ് ടീയിലേക്ക് സ്വാഗതം. കേരള ചരിത്രത്തിലെ ചില ഭാഗങ്ങളുമായി മോർണിംഗ് ടീയിൽ ഇന്ന് ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പ്രഭാത ചായയിൽ നിങ്ങൾക്ക് പ്രയോജനകരമായ വസ്തുതകൾ ഉണ്ടായി കാണുമെന്ന അറിവ് വളരെ സന്തോഷം നൽകുന്നു. ധാരാളം ഉദ്യോഗാർത്ഥികൾ അഭിപ്രായങ്ങൾ അറിയിച്ചിട്ടുണ്ട്. പോരായ്മകൾ കൂടി പറയുക. ഒന്ന് രണ്ട് പോരായ്മ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്ന് പറയും. അപ്പോൾ അതുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ് മുതൽ നമ്മളത് കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇനിയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ സ്വീകരിക്കും. ധൈര്യപൂർവ്വം നിങ്ങൾക്ക് പറയാം. നിങ്ങളോടൊപ്പം എന്നും ഞങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് മോർണിംഗ് ടീയിലേക്ക് കടക്കാം. വാ. കേരളത്തിലെ തമിഴ് സ്മാരകം. കേരളത്തിലെ തമിഴ് സ്മാരകം. കേരള ഗവൺമെന്റ് തമിഴ്നാട് ഗവൺമെന്റിന് വസ്തു കൊടുത്തു, നിങ്ങൾ സ്മാരകം നിർമ്മിച്ചോളൂ. അതാണ് കേരളത്തിലെ തമിഴ് സ്മാരകം. ആർക്ക് വേണ്ടിയാണ് ആ സ്മാരകം? അദ്ദേഹത്തിലേക്ക് എത്താനുള്ള സ്റ്റേറ്റ്മെന്റുകൾ അതാക്കി ബാക്കിയുള്ളത് നോക്കൂ. എന്തൊക്കെ നിങ്ങൾക്ക് എത്താൻ പറ്റുമെന്ന് നോക്കേ. സ്വാതന്ത്ര്യ ദിനം ദുഃഖ ദിനമായി ആചരിക്കുവാൻ ആഹ്വാനം ചെയ്ത സാമൂഹിക പരിഷ്കർത്താവാണ് ഇദ്ദേഹം. സ്വാതന്ത്ര്യ ദിനം ദുഃഖ ദിനമായി ആചരിക്കുവാൻ ആഹ്വാനം ചെയ്ത 1. ഹിന്ദി പഠനം നിർബന്ധമാക്കുന്നതിനെതിരെ സ്വന്തം ദേശത്ത് കലാപമുയർത്തി. ഹിന്ദി പഠനം നിർബന്ധമാക്കുന്നതിനെതിരെ പോരാടി. ഭാരതം ഒന്നായിരിക്കുന്നിടത്തോളം കാലം തെക്കേ ഇന്ത്യക്കാർ വടക്കേ ഇന്ത്യക്കാരുടെ അടിമകളാകേണ്ടി വരും. ചില വചനങ്ങളൊക്കെ മുൻകൂട്ടി അല്ലേ, ഒരു ദർശനം അല്ലേ, അങ്ങനല്ലേ പറയാ, ദാർശനിക ചിന്താഗതിയോടുകൂടി പറയുന്നുള്ളൂ അല്ലേ, പ്രവചനപരമായ രീതിയിലാന്ന് തോന്നുന്നു. ഭാരതം ഒന്നായിരിക്കുന്നിടത്തോളം കാലം തെക്കേ ഇന്ത്യക്കാർ വടക്കേ ഇന്ത്യക്കാരുടെ അടിമകളാകേണ്ടി വരും. അടുത്തെന്താ? സ്വരാജ്യം വേണ്ട, ബ്രിട്ടീഷുകാർ തന്നെ ഇന്ത്യ ഭരിക്കട്ടെ. 4 സെന്റൻസിലൂടെ ആളിനെ കിട്ടിയോ? ചിലർക്ക് ചില സൂചന മനസ്സിൽ വന്നെന്ന് തോന്നില്ലേ? കേരളത്തിലെ തമിഴ് സ്മാരകം സ്വാതന്ത്ര്യ ദിനം ദുഃഖ ദിനമായി ആചരിക്കാൻ ആഹ്വാനം ചെയ്ത വ്യക്തി നമ്മൾ ഉദ്ദേശിച്ച ആള് തന്നെയാണോ? ഹിന്ദി പഠനം നിർബന്ധമാക്കുന്നതിനെ സ്വദേശത്ത് കലാപം ഉയർത്തി. ഭയങ്കര പ്രശ്നമായിരുന്നു അത് കേട്ടോ. ഇപ്പോഴും അത് ഇഷ്യൂ ആ. നമ്മൾ ഇപ്പോഴത്തെ ഈ വർത്തമാന സാഹചര്യത്തിലും അത് ഇഷ്യൂ ആ നാട്ടിൽ. ഭാരതം ഇതൊക്കെ അദ്ദേഹത്തിൻ്റെതായ കാഴ്ചപ്പാടുകളാട്ടോ. ഭാരതം ഒന്നായിരിക്കുന്നിടത്തോളം കാലം തെക്കേ ഇന്ത്യക്കാർ വടക്കേ ഇന്ത്യക്കാരുടെ അടിമകളാകേണ്ടി വരും. ചില കാര്യങ്ങളിൽ നമ്മൾ വെച്ച് പരിശോധിക്കുമ്പോൾ ഇദ്ദേഹം പറഞ്ഞ് ശരിയാണെന്ന് തോന്നിയേക്കാം അല്ലേ? സ്വരാജ്യം വേണ്ട, സ്വാതന്ത്ര്യമൊന്നും വേണ്ട, നമുക്ക് എന്താ ബ്രിട്ടീഷുകാരെ ഇന്ത്യ ഭരിക്കട്ടെ. എന്തുകൊണ്ട് അദ്ദേഹത്തെ അങ്ങനെ പറയിക്കാൻ? അദ്ദേഹത്തിന്റെ ജീവിതത്തിലും അദ്ദേഹത്തിന്റെ സമുദായത്തിലും അദ്ദേഹത്തിന്റെ സമൂഹത്തിലും അദ്ദേഹത്തിന് ചില വേദനകൾ അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളത് കൊണ്ടാണ് സ്വരാജ്യം വേണ്ട, ബ്രിട്ടീഷുകാർ തന്നെ ഇന്ത്യ ഭരിക്കട്ടെ. അവർക്കന്ന് വിവേചനമില്ലല്ലോ. യൂറോപ്യർക്ക് വിവേചനം ഉണ്ടോ? ജാതിയുടെ മതത്തിന്റെ പേരിൽ വിവേചനം ഉണ്ടോ? ഇല്ലല്ലോ. നമുക്കെല്ലാം ഉള്ളൂ അല്ലേ? ഇന്ത്യയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സഞ്ചരിച്ചാൽ വിവിധ രാജ്യങ്ങളിലൂടെ കടന്നു പോകുന്നതായി നമുക്ക് തോന്നാം. ഇന്ത്യ എന്താണ്? മതങ്ങളുടെ ഒരു സൂപ്പർ മാർക്കറ്റാണ് അല്ലേ? ലോകത്തിലെ എല്ലാ മതങ്ങളും എവിടെ ഉണ്ട്? ഇവിടെ ഉണ്ട്. അപ്പൊ ഇവിടെ എന്താ? കേരളത്തിലെ തമിഴ് സ്മാരകം സ്വാതന്ത്ര്യദിനം ദുഃഖദിനം. ഞാൻ ആ ഒരു ഡയലോഗ് പറഞ്ഞത് കൊണ്ട് ലോകത്തിലെ ഏതെങ്കിലും മതങ്ങൾ ഈ മതം കേരളത്തിൽ ഇന്ത്യയിലുണ്ടോന്ന് ചോദിച്ചുകൊണ്ട് കമന്റ് ഇട്ടാക്കാൻ വന്നേക്കല്ലേ. അങ്ങനെ ചില ആൾക്കാരുണ്ടാവും. സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പൊ സ്വാതന്ത്ര്യദിനം ദുഃഖദിനമായി ആചരിക്കാൻ ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ഹിന്ദി പഠനം നിർബന്ധമാക്കുന്നതിനെതിരെ പ്രവർത്തിച്ചാൽ ഭാരതം ഒന്നായിരിക്കുന്നിടത്തോളം കാലം തെക്കേ ഇന്ത്യക്കാർ അടിമകളായിരിക്കും. സ്വരാജ്യം വേണ്ട, ബ്രിട്ടീഷുകാർ തന്നെ ഭരിക്കട്ടെ എന്ന് അഭിപ്രായപ്പെട്ടയാൾ ആരാടെ? അത്
കിട്ടി 1925 സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചു. സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ്. 1925 സെൽഫ് റെസ്പെക്ട് സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചയാൾ കിട്ടി. ഭൂരിപക്ഷം ഇത് എന്നെ കേൾക്കുന്ന ഈ മോർണിംഗ് ടീയിൽ ഇരിക്കുന്ന ഭൂരിപക്ഷം ആൾക്കാർക്കും ഈ സെന്റൻസിലൂടെ കിട്ടിക്കഴിഞ്ഞു. പക്ഷെ PSC ഇവിടം വരെ എത്തിക്കത്തില്ല കേട്ടോ, ഓർമ്മ വേണം. ഇതുകൂടി ഇല്ലെങ്കിൽ എന്ത്, ഇതില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? അങ്ങനെ 1925 സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് ആരംഭിച്ചു. ആ സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് ആദ്യ പ്രവിശ്യ സമ്മേളനം 1929 തമിഴ്നാട്ടിലെ ചെങ്കൽപ്പേട്ടയിൽ സംഘടിപ്പിച്ചു. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ച വർഷം ഏത്? 1925. എന്തിനെതിരെ? സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ബ്രാഹ്മണ ആധിപത്യത്തിനെതിരെ. അപ്പൊ തമിഴ്നാട്ടിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് സ്വാഭിമാന പ്രസ്ഥാനം. 1925 ബ്രാഹ്മണിക്കൽ സൂപ്പർമസി എഗെയിൻസ്റ്റ്, ബ്രാഹ്മണ ആധിപത്യത്തിനെതിരെ ആരംഭിക്കപ്പെട്ട പ്രസ്ഥാനം, തമിഴ്നാട്ടിൽ ആരംഭിച്ച പ്രസ്ഥാനം. ആ സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ പ്രവിശ്യ സമ്മേളനം 1929 ചെങ്കൽപ്പേട്ടയിൽ. ഇപ്പൊ നമ്മൾ കേരളം പഠിക്കുമ്പോഴേ സ്ഥിരമായി PSC ചോദിക്കാറുണ്ട് വട്ടിയൂർക്കാവ് സമ്മേളനം, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ വാർഷിക സമ്മേളനം നടന്ന സ്ഥലം ഏത്? SNDP യോഗത്തിന്റെ ആദ്യത്തെ ആര്യപുരം ആദ്യ വാർഷിക സമ്മേളനം നടന്ന സ്ഥലം. അങ്ങനെ ചില ചോദ്യങ്ങളൊക്കെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്, ശ്രദ്ധിച്ചില്ലേ? പീക്ക് നോക്കുന്നവർക്കറിയാം. എന്നതുപോലെ സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ ആദ്യ പ്രവിശ്യ സമ്മേളനം 1929 ചെങ്കൽപ്പേട്ടയിലാണ്. 1924-25 കാലഘട്ടത്തിൽ നടന്ന വൈക്കം സത്യാഗ്രഹം, ആ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുവാൻ കേരളത്തിലെ നേതാക്കൾ രാമസ്വാമി നായ്ക്കരെ ക്ഷണിക്കുന്നു. അങ്ങനെ ഭാര്യയും സഹോദരിയുമായി ഇദ്ദേഹം ഇവിടെ എത്തുന്നു. ആളെ ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലേ? അപ്പൊ കേരളത്തിൽ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുക വഴി വൈക്കം ഹീറോ എന്നറിയപ്പെട്ട തമിഴ് വംശജൻ, വൈക്കം ഹീറോ, വൈക്കം ഹീറോ, വൈക്കം വീരൻ കിട്ടിക്കഴിഞ്ഞു. ആളിനെ കിട്ടിക്കഴിഞ്ഞു അല്ലേ? EV രാമസ്വാമി നായ്ക്കർ. 1879 1973 തമിഴ്നാട്ടിലെ ഈറോഡ് എന്ന സ്ഥലത്താണ് ജനിച്ചത്. ഈറോഡ് വെങ്കടസ്വാമി, EV രാമസ്വാമി നായ്ക്കർ. ഈറോഡ് വെങ്കട രാമസ്വാമി. അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണങ്ങളാണ് പുരട്സി, കുടിയരശു, വിടുതലൈ. പുരട്സി, കുടിയരശു, വിടുതലൈ. അപ്പൊ EV രാമസ്വാമി നായ്ക്കർ 1879 1973. ജന്മസ്ഥലം ഈറോഡ്, തമിഴ്നാട്. പൂർണ്ണ പേര് ഈറോഡ് വെങ്കടരാമസ്വാമി. അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണങ്ങളാണ് പുരട്സി, കുടിയരശു, വിടുതലൈ. അപ്പൊ 1925 സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചു. 29 പ്രവിശ്യ സമ്മേളനം ചെങ്കൽപ്പേട്ടയിൽ. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുക വഴി വൈക്കം ഹീറോ എന്നറിയപ്പെട്ടു. അങ്ങനെ ദേശീയ ശ്രദ്ധ ആകർഷിക്കപ്പെട്ടു അദ്ദേഹത്തിന്റെ വരവോടുകൂടി. അദ്ദേഹത്തെ നിരവധി തവണ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു. ജയിലിൽ നിന്ന് പുറത്തു വരുമ്പോൾ അദ്ദേഹം വീണ്ടും സത്യാഗ്രഹത്തിലെത്തും. അങ്ങനെ വൈക്കം ഹീറോ എന്നറിയപ്പെട്ടു. ആ മനുഷ്യന്റെ സ്മാരകം കേരളത്തിൽ സ്ഥാപിക്കുവാൻ തമിഴ്നാട് ഗവൺമെന്റ് തയ്യാറായി. കേരള ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. കേരള ഗവൺമെന്റ് സ്ഥലം അനുവദിച്ചു. അങ്ങനെ നമ്മൾ അവിടെ ഒരു സ്മാരകം തമിഴ്നാട് സ്മാരകം നിർമ്മിക്കുകയും ചെയ്തു. അപ്പോൾ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന തമിഴ് സ്മാരകം EV രാമസ്വാമി നായ്ക്കർ സ്മാരകം. EV രാമസ്വാമി നായ്ക്കർ ആരംഭിച്ച പ്രസ്ഥാനമാണ് ദ്രാവിഡ കഴകം, DK. പിന്നീട് ആ ദ്രാവിഡ കഴകം വിഭജിക്കപ്പെട്ട് ദ്രാവിഡ മുന്നേറ്റ കഴകമായി.
അല്ലേ? പിന്നെ അത് വീണ്ടും വിഭജിച്ചു, കരുണാനിധിയൊക്കെ വന്നു, പിന്നെ MGR ഒക്കെ വന്നു, MGR ജയലളിതയൊക്കെ ആ ഭാഗത്തേക്ക് വന്നപ്പോൾ അതും പിന്നീട് അത് വിഭജിച്ചുണ്ടായി. അണ്ണാ DMK ഉണ്ടായി, AIDMK അല്ലേ? ആ DMK ആദ്യകാലത്തുണ്ടായ DMKയുടെ നേതാവാണല്ലോ ഇപ്പോഴത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി അല്ലേ, സ്റ്റാലിൻ. അപ്പൊ ദ്രാവിഡ ഘടകം എന്ന തമിഴ്നാട്ടിലെ തന്നെ ആദ്യത്തെ പൊളിറ്റിക്കൽ പാർട്ടിയാ ദ്രാവിഡ ഘടകം. അത് രൂപീകരിച്ചാൽ EV രാമസ്വാമി നായ്ക്കരാണ്. കൂടെ അണ്ണാദുരെ തുടങ്ങിയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പോകുന്നില്ല. അപ്പൊ EV രാമസ്വാമി നായ്ക്കർ, സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ്, ദ്രാവിഡ കഴകം, മാസികകൾ, പ്രസിദ്ധീകരണങ്ങൾ ഓർത്തു വെക്കണം. പുരട്ചി, വിടുതലൈ, കുടിയരശു. അദ്ദേഹത്തിന്റെ കൃതികൾ നോക്കുക. EV രാമസ്വാമി നായ്ക്കരുടെ കൃതികൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ദ്രാവിഡ മുന്നേറ്റം, രാമായണം ഒരു കെട്ടുകഥ, അധസ്ഥിതത്വം, രണ്ട് കുത്ത്, അധസ്ഥിതത്വം, ഐത്താചരണവും വൈക്കം സമരവും. അപ്പൊ നമുക്കിവിടെ വൈക്കം ഹീറോ, വൈക്കം വീരൻ എന്നൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ PSCക്കാരന് വേണമെങ്കിൽ ഈ ഒരു ചോദ്യം ഇടാം, ഇല്ലേ? ഐത്താചരണവും വൈക്കം സമരവും എന്ന കൃതി രചിച്ചതാര്? നമ്മളുമായിട്ട് കുറച്ചുകൂടെ ബന്ധപ്പെട്ടതായിരിക്കുമല്ലോ ചോദിക്കുക. ഐത്താചരണവും വൈക്കം സമരവും നമ്മൾ ഗാന്ധിജിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, മലയാളീകരിച്ച് എഴുതിയായിരിക്കാം. അല്ലെങ്കിൽ TK മാധവൻ, അങ്ങനെയുള്ള ഐത്തത്തിനെതിരെ പ്രവർത്തിച്ച ആൾക്കാരുടെ പേരുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപക്ഷെ അങ്ങോട്ടേക്ക് ചിന്തിക്കാം. ഒരിക്കലും EV രാമസ്വാമി നായ്ക്കർ എന്ന ഓപ്ഷനിലേക്ക് നമ്മൾ പോത്തില്ല, പോത്തില്ല നമ്മൾ, അല്ലേ? ഇത് കേട്ടിട്ടില്ലെങ്കിൽ ഐത്താചരണവും വൈക്കം സമരവും, EV രാമസ്വാമി നായ്ക്കർ. EVയുടെ ജീവചരിത്രം എഴുതിയ ആളാണ് ചിദംബരനാർ. ജീവചരിത്രത്തിന്റെ പേരാണ് തമിഴർ തലൈവർ. ആ സ്മാരകം എവിടെ സ്ഥിതി ചെയ്യുന്നു? കോട്ടയം ജില്ലയിൽ വൈക്കത്താണ്. EV പെരിയോർ എന്ന പേരിൽ പ്രശസ്തനായ പെരിയോർ EV രാമസ്വാമി നായ്ക്കർ. തമിഴ്നാട്ടുകാർ വിളിച്ചതാ പെരിയോർ. ദ്രാവിഡർ, ആദി ദ്രാവിഡർ, പിന്നോക്ക വിഭാഗക്കാർ തമിഴ്നാട്ടിൽ ദുരിതം അനുഭവിച്ചിരുന്നു. മലയാളത്തിൽ ഉള്ളതുപോലെ തന്നെ, കേരളത്തിൽ ഉള്ളതുപോലെ തന്നെ ബ്രാഹ്മണ മേധാവിത്വം നിലനിന്നിരുന്നു. അപ്പോൾ ദ്രാവിഡരായിട്ടുള്ള പിന്നാക്കക്കാരായ തമിഴരെ മുഴുവൻ സംഘടിപ്പിച്ചുകൊണ്ട് ആരംഭിച്ചതാണ് അദ്ദേഹത്തിന്റെ ദ്രാവിഡ കഴകവും സ്വാഭിമാന പ്രസ്ഥാനവും. അദ്ദേഹവുമായി ചേർന്ന് തമിഴ്നാട്ടിൽ പ്രവർത്തിച്ച ഒരു മലയാളിയുണ്ട്, നമ്മൾ അതിലേക്ക് പോകും. EVയുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ടത് EV രാമസ്വാമി നായ്ക്കർ എന്ന തമിഴ് വംശജനും കേരളവുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുകയും ഇവിടുത്തെ ഐത്തത്തിനെതിരായ പോരാട്ടത്തിൽ നമുക്കൊപ്പം നിൽക്കുകയും ചെയ്ത ഈ വ്യക്തിയെ മറക്കാതിരിക്കുക. പെരിയോർ EV രാമസ്വാമി നായ്ക്കർ. ഇദ്ദേഹത്തെക്കുറിച്ചും ഇന്നത്തെ മോർണിംഗ് ടീയിൽ നിങ്ങൾക്ക് അറിവ് ലഭിച്ചു കാണും എന്ന് കരുതുന്നു. ഉപയോഗിക്കുക. ചൂട് ചായയോടൊപ്പം ചൂടുള്ള പുത്തൻ അറിവുകൾ നമുക്ക് നല്ല ഊർജം പകരും എന്ന വിശ്വാസത്തോടെ താങ്ക് യു.